പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓട്ടോ സജഷൻ ആൻഡ് അഫർമേഷൻ. അതെ, എന്താണ് ഓട്ടോ സജഷനും അഫർമേഷനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ലഭിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ്, അതിൻ്റെ പിന്നിലെ ട്രിക്ക് എന്താണ്, ടിപ്പ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർവത്രികമാണ്. പലർക്കും ഈ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാലും അഫർമേഷൻ എന്ന് പറഞ്ഞാലും നിത്യം ഉപയോഗിക്കുന്ന വാക്കുകൾ പോലെ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മനഃശാസ്ത്ര വിഷയങ്ങളിൽ ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഈ ഓട്ടോ സജഷനും അഫർമേഷനും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പലർക്കും ഇതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരുപാട് സംശയങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് നിങ്ങൾക്ക് തരുന്നത്, ഒരു വ്യക്തത വരുത്തുക. ഏതായാലും ഓട്ടോ സജഷൻ ആണെങ്കിലും അഫർമേഷൻ ആണെങ്കിലും അതിൻ്റെ പിന്നിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറ്റ് ഷുഡ് ബി ക്ലിയർ, സ്പെസിഫിക് ആൻഡ് ലോജിക്. ഈ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കണം. അതൊക്കെ ക്ലിയർ ആയിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം, ലോജിക് ആയിരിക്കണം. ഈ മൂന്ന് രീതിയിൽ വേണം അഫർമേഷൻ ആണെങ്കിലും ഓട്ടോ സജഷനും സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ. ഇനി ആദ്യം ഇത് നമ്മൾ വ്യത്യാസം പറഞ്ഞു പോവാം, ഇതെല്ലാം ക്ലിയർ ആവുള്ളൂ. ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള അഫർമേഷൻ എന്ന് പറയാം, ലിമിറ്റഡ് സജഷൻസ് എന്ന് പറയാം. സജഷൻ നിർദ്ദേശങ്ങൾ. നമ്മുടെ തലച്ചോറിലൂടെ ഓരോ ദിവസവും നിരവധി നിർദ്ദേശങ്ങൾ ഇങ്ങനെ വന്നു പോവുക, നിരവധിയായിട്ടുള്ള, നമ്മൾ വിചാരിച്ചിട്ടല്ല അതിൻ്റെ ട്രാഫിക് ഇങ്ങനെ കയറി ഇറങ്ങി പോവാണ്. അതിൽ വേണ്ടത് എന്ത്, വേണ്ടാത്തത് ഏത്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും അങ്ങോട്ട് ഉള്ളിലോട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആകേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ക്രോഡീകരിച്ച് ഒരു 5 സെന്റൻസ് അത് ഓട്ടോ സജഷനാക്കി മാറ്റുക. ഇപ്പോൾ നാച്ചുറൽ സയൻസ് ഇങ്ങനെ വന്നു പോകുമ്പോഴത്തേക്ക് ഒന്നും അങ്ങോട്ട് ഉള്ളിൽ പിടിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന, ഡിസൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു 5 സജഷൻ വരെ മാക്സിമം അത് സക്സസ് ആകുന്നത് വരെ കൊണ്ടു നടക്കാം. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക്, ഞാനിപ്പോൾ ജനറലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഓട്ടോ സജഷനിൽ 5 എണ്ണം എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ ആണ്. ഒന്ന്, നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത്. മൂന്നാമത്തെ വെൽത്ത്. മൂന്നാമത്തെ ഹാപ്പിനെസ്. അപ്പൊ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് 1, 2, 3. കൂടാതെ 2 നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾ. അത് ക്ലിയർ, അത് സ്പെസിഫിക് ആയിരിക്കും, ലോജിക് ആയിരിക്കും. അതും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പൊ 5 എണ്ണമായി. അപ്പം ഓട്ടോ സജഷൻ ഷുഡ് ബി മിനിമം 5 സെന്റൻസ്, ഷുഡ് ബി ക്ലിയർ ആൻഡ് സ്പെസിഫിക്, ലോജിക്. ഇത് ഒരു നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരു കൺസൾട്ടന്റിൽ നിന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ മനസ്സിലാക്കി സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ഓട്ടോ സജഷനായിട്ട് നമ്മൾ എടുത്ത് പിന്നെ അപ്ലൈ ചെയ്യുന്ന രീതി. ഡെയിലി അത് വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പം മെഡിറ്റേഷന് ശേഷം കൊടുക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് ശേഷം കൊടുക്കാം, അല്ലെങ്കിൽ സദാ കൊണ്ട് നടക്കാം, ഉറങ്ങുന്നതിന് മുമ്പ് കൊടുക്കാം. ഇതെല്ലാം എന്തിനാ, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പിടിക്കാനുള്ള ഷോർട്ട് സജഷൻസ് ആണ് ഓട്ടോ സജഷൻ. ഇനി മറ്റൊന്ന് അഫർമേഷനാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതാണ്. ഈ ചേട്ടനും അനിയനും പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചേട്ടൻ ഇച്ചിരി വലുതാണ്. അഫർമേഷൻ ഡെയിലി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതോ എഴുതി വെക്കേണ്ടതാണ് അഫർമേഷൻ. അത് കുറച്ച് ലോങ് വാചകങ്ങളാകാം, അതിനകത്തും ക്ലിയറും സ്പെസിഫിക്കും ലോജിക്കും ആയിരിക്കണമല്ലോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. എനിക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓരോ ദിനങ്ങൾ കഴിയും തോറും ഞാൻ കൂടുതൽ കൂടുതൽ വിജയത്തിലേക്കും ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അസാധ്യമായിട്ടുള്ളതൊന്നും, എനിക്കെല്ലാം സാധ്യമാണ്. ഞാൻ എല്ലായ്പ്പോഴും ഏത് സമയത്തും ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം സന്തോഷം എന്നിലേക്ക് കടന്നു വരുന്നു. ചുറ്റുമുള്ള നല്ല നല്ല ബന്ധങ്ങൾ എനിക്ക് എല്ലായ്പ്പോഴും കൂടിക്കൂടി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ വളരെ ശ്രദ്ധിച്ച് നീറ്റായിട്ട് ഒരു പേജ് 10-20 ലൈൻസ് എല്ലാ ദിവസവും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്ന ഒരു സംഭവം. എംബോസിഷൻ എഴുത്തെന്ന് വേണേൽ പറയാം, അഫർമേഷൻ എഴുത്ത്. അത് എല്ലാ ദിവസവും
നിങ്ങൾ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച് ആ പ്രത്യേക സ്ഥലത്ത് തന്നെ ഇരുന്ന് എഴുതുകയാണെങ്കിൽ മനസ്സ് കൂടുതൽ ഏകാഗ്രമാക്കി ഉള്ളിലേക്ക് നല്ല പോസിറ്റീവ് സജഷൻസ് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാം കയറി ഇറങ്ങി ഇങ്ങനെ പോയി പൊളൂട്ടഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകണം ഓട്ടോ സജഷൻ, അഫർമേഷൻ, നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് സ്ഥിരമായ ചിന്തകളും തോന്നലുകളും ഉണ്ടാകും. സത്യത്തിൽ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്പിരിച്വാലിറ്റിയിൽ ചില ചിട്ടകളൊക്കെ വെച്ചിരിക്കും. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോ സജഷനാണ്. നിങ്ങൾ പ്രധാനമായിട്ടും കൊണ്ടുവരുന്ന ചില പ്രാർത്ഥനകളല്ലേ ജീവിതത്തിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ, ആരോഗ്യ സൗഭാഗ്യം ഉണ്ടാകണമേ, എനിക്ക് നല്ല അഭിവൃദ്ധി വരണം, ഇങ്ങനെ ഉണ്ടാകാൻ സ്ഥിരം പറയുന്നുണ്ടല്ലോ, അതാണ് ഓട്ടോ സജഷൻ, സ്പിരിച്വൽ ഓട്ടോ സജഷൻ. അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നല്ല നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരം ആവർത്തിച്ച് ചിന്തിച്ച് നടക്കുന്നതും അത് എഴുതി വെക്കുന്നതുമാണ് അഫർമേഷൻസ്. ഇപ്പം നമ്മൾ ആത്മീയ ഗ്രന്ഥങ്ങളിൽ കിട്ടുന്ന നല്ല നല്ല കോട്ടിങ്സുകളൊക്കെ ഡെയിലി എഴുതി വെക്കുന്നു, അത് തന്നെ വീണ്ടും വീണ്ടും എഴുതുന്നു, ഉറപ്പിക്കാൻ. ദാറ്റ് ഈസ് സ്പിരിച്വൽ അഫർമേഷൻ റൈറ്റിംഗ് എന്ന് പറയും. ഇവിടെയൊക്കെ ശ്രദ്ധിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് പലർക്കും ഈ ഓട്ടോ സജഷനും അഫർമേഷനും ഒക്കെ എഴുതിയിട്ട് ഫലം കിട്ടാതെ വരുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാതെ വരുന്നത്? ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും ആധ്യാത്മികമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെട്ടിട്ടും അടയാളങ്ങളും ഒക്കെ ഈ വ്യക്തികളിലുണ്ട്, ഒരു ഭക്തിയുടേതായിട്ടുള്ള. പക്ഷേ ഇവർക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. കാലങ്ങളായിട്ട് ഓട്ടോ സജഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു, അഫർമേഷൻ പ്രക്രിയയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്താ മാറ്റം ഉണ്ടാകുന്നത്? അതിന്റെ പിന്നിലെ രഹസ്യം ഒന്ന് ചൊല്ലട്ടുമാ, ശ്രദ്ധിച്ചോളുവോ? അതായത് ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഓട്ടോ സജഷനോ അഫർമേഷനോ പറയുന്ന ഒരു പ്രക്രിയ, അതിനാണ് പ്രാർത്ഥനകൾ എന്ന് പറയുന്നത്. നമ്മൾ ദേവാലയങ്ങളിലേക്കൊക്കെ പോകുന്നു, അവിടെ നിന്ന് സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ലൈൻസ്, ആ പ്രാർത്ഥന അല്ല മന്ത്രം, അത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താ തിരികെ റിസൾട്ട് വരാത്തത്? റിസൾട്ട് വരണമെങ്കിൽ ഒരു ജീവനുള്ള എനർജിയുള്ള ഒരു വസ്തുവിൽ നിന്ന് മാത്രമേ പുതിയ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റൂ. ഇവിടെ നിങ്ങളൊരു വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു പള്ളിയിലോ മോസ്കിലോ ഒക്കെ പോയി പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ അത് ഒരു കൺസെപ്റ്റ്, ആ പ്രപഞ്ച ശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വിചാരം നിങ്ങൾ ഈ പറയുന്നതെല്ലാം നേരെ അങ്ങോട്ട് പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ദൈവം അങ്ങോട്ട് കേട്ടിട്ട് തിരികെ പിടിച്ചു എന്ന് പറഞ്ഞ് റിസൾട്ട് തരുന്നു. നമ്മൾ ഒരിക്കലും അത് വിചാരിക്കേണ്ട, അത് അബദ്ധജടിലമാണ്. അപ്പൊ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഓട്ടോ സജഷൻ കൊടുക്കേണ്ടത്? അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട, ഈ ഒരു സാധനം ഇതൊരു സ്ഥൂലമായിട്ടുള്ള ജീവനില്ലാത്തൊരു വസ്തുവാണ്. ഇതിലേക്ക് നോക്കിയാണ് നമ്മൾ എല്ലാ ആരാധനകളും ചെയ്യുന്നത്, അല്ലേ? ഒരു വിഗ്രഹം വേണമെന്നില്ല, ഒരു അടയാളത്തിലേക്ക്. ഭക്തി അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള അടയാളം എല്ലാം വിഗ്രഹം തന്നെയാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷേണ ഗ്രഹിക്കേണ്ടത് ഗ്രഹിക്കുന്നതാണ് വിഗ്രഹം, വിവേകേന ഗ്രഹിക്കേണ്ടത് വിഗ്രഹം. അപ്പം ഇതിലേക്ക് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഓട്ടോ സജഷൻ കൊടുക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ ന്യൂറോൺസ് ആക്ടിവേറ്റ് ചെയ്ത് അതിലൂടെയാണ് തോട്ട് എനർജി, ഇമോഷണൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയതായിട്ട് ചലനം ഉണ്ടാകുന്ന എവിടെയാണ്? ഈ ചലനം ഉണ്ടാക്കാനാണ് ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിനെ ദൈവം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും പുതിയ ഒരെണ്ണം ജനറേറ്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചു തരില്ല. അപ്പൊ അതിന് എന്ത് വേണം? ബുദ്ധിപരമായ രീതിയിൽ ഇതിനെ മാനേജ് ചെയ്യണം. നിങ്ങളുടെ തന്നെ ഓപ്പോസിറ്റ് ചിന്ത, അതായത് കൊടുക്കുന്ന അഭ്യർത്ഥനയെ തിരിച്ചു മറുപടി പറയേണ്ടത് ആരാണ്? ഇത് പറയില്ല, പിന്നോ നിങ്ങൾ തന്നെ തിരിച്ചു മറുപടി പറയിക്കണം. നമ്മളിൽ തന്നെ പറയണം. അതായത് ഒരാൾ പ്രാർത്ഥിക്കണം, എനിക്ക് ഇന്നത്തെ ദിവസം വളരെ നന്നായിരിക്കണമേ, നല്ല ബിസിനസ് ഉണ്ടാകണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണം, ഇന്ന് ഞാൻ ഇടപെടുന്ന മേഖലകളിലൊക്കെ നല്ല വിജയം ഉണ്ടാകണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് പറയല്ലേ, നിങ്ങൾ എന്ത് പറയുന്നു അത് തഥാസ്തു എന്ന് വരണമെങ്കിൽ അവിടുന്ന് തിരികെ യെസ്, നിന്റെ ആ ചിന്ത ഞാൻ മനസ്സിലാക്കുന്നു, ഇതാ അതെല്ലാം നല്ല പൂർവാധികം ശക്തമായി നിന്നിൽ സംഭവിക്കട്ടെ എന്ന് അവിടുന്നുള്ള റിപ്ലൈ നമ്മളിൽ പറയണം. ക്ലിയർ ആകുന്നുണ്ടോ? സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങളുടെ ഉള്ളിൽ തിരിച്ച് കൊടുക്കുന്ന അഫർമേഷന് റിപ്ലൈ അവിടുന്ന് ലഭിക്കുന്നതായി. അപ്പൊ സന്തോഷത്തോടു കൂടി നമ്മളത് കേൾക്കുന്നതും അതിന് നന്ദി പറയുന്നതും പറഞ്ഞ് വേണം പ്രാർത്ഥന അവസാനിപ്പിക്കാൻ. അങ്ങനെയാണെങ്കിൽ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായി റിസൾട്ട് കിട്ടി തുടങ്ങുന്നു. ടോപ്പ് സീക്രട്ടാണ് കേട്ടോ, ടോപ്പ് സീക്രട്ടാണ്. കാലങ്ങളായിട്ട് നമ്മൾ പല പ്രാർത്ഥനകളും അങ്ങോട്ട് കൊടുത്തിട്ടും റിസൾട്ട് കിട്ടാത്തത് അവിടുന്ന് ഇങ്ങോട്ടുള്ള സംസാരം അകത്തെ നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കണം, നിങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട്. ഇതാണ് പ്രപഞ്ചത്തിലേക്ക് എത്തുക. കാരണം നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സൂപ്പർ പവർ ഉള്ളൊരു ബയോ മാഗ്നറ്റാണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതും
തിരിച്ചിങ്ങോട്ട് ലഭിക്കട്ടെ എന്നുള്ള അംഗീകാരവും നിങ്ങൾ തന്നെ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അത് ദൈവം നൽകുന്നതായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇത് റിസൾട്ടിലേക്ക് എത്തുക. ഇനി മുതൽ ഇങ്ങനെ നിങ്ങളുടെ ഓട്ടോസേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് റീപ്രോഗ്രാം ചെയ്ത് നോക്കി, പ്രാർത്ഥനകളിലൊരു വ്യതിയാനം വരുത്തി നോക്കി, ഉറപ്പാണ് റിസൾട്ട്. വീഡിയോ സാരാംശം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൻ്റെ താഴെ രേഖപ്പെടുത്തുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.